ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ 18ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ അഭിവൃദ്ധിയെ സ്വീകരിക്കുക, ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിക്കണമെങ്കിൽ വായു, ഭക്ഷണവും ഒക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പണം. നിങ്ങൾ അത്ഭുതങ്ങളെയും ധനത്തെയും അഭിവൃദ്ധിയെയും സമൃദ്ധിയെയും ആകർഷിക്കുന്ന ഒരു കാന്തമാണോ? നിങ്ങൾ മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങളും സമൃദ്ധിയും പണവും അഭിവൃദ്ധിയും നിങ്ങൾക്ക് ആകർഷിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു കാന്തമാകാൻ കഴിയും. നിങ്ങൾ ശരിക്കും ഓപ്പൺ ആകുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതൽ പണം നിങ്ങൾക്കായി ഈ യൂണിവേഴ്സിൽ ലഭ്യമാണ്. ഒരുപാട് ആളുകൾ, അവസരങ്ങൾ, സമൃദ്ധി ഒക്കെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറായിരുന്നാൽ മാത്രം മതി. യൂണിവേഴ്സ് ഒരിക്കലും പറ്റില്ല, എനിക്ക് കുറച്ച് സമയം തരൂ, പിന്നീട് ഞാൻ മറുപടി പറയാം എന്നൊന്നും പറയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും തരാൻ യൂണിവേഴ്സ് എപ്പോഴും തയ്യാറായി നിൽക്കുന്നു. ഇല്ലായ്മയുടെ ചിന്തകളിലാണ് നാം എങ്കിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ദാരിദ്ര്യ ചിന്തയാവാം നിങ്ങളുടെ സമൃദ്ധിയുടെ ഒഴുക്കിനെ തടയുന്നത്. നിങ്ങളുടെ ദാരിദ്ര്യ ചിന്ത എന്ന് പറയുന്നത് ചിലപ്പോൾ കോൺഷ്യസ് മൈൻഡിലാകാം, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലാവാം. കുറഞ്ഞ പക്ഷം കോൺഷ്യസ് ആയിട്ടുള്ള ചിന്തകളുടെ കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ബോധവാന്മാരാകാൻ കഴിയും. മിറർ വർക്ക് ഉപയോഗിച്ച് ആ ദാരിദ്ര്യ ചിന്തകളെ മാറ്റി അവിടെ സമൃദ്ധിയുടെ ചിന്തകളെ നിറയ്ക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സമൃദ്ധി ചിന്തയാണ് നിങ്ങൾ നിറയ്ക്കേണ്ടത്. സമൃദ്ധി എന്ന് പറയുമ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആരോഗ്യം, ജോലി, ബന്ധങ്ങൾ തുടങ്ങിയ ഏതു മേഖലയിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതായി ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സമൃദ്ധമാകുന്നതും അതുപോലെ നിങ്ങളും യൂണിവേഴ്സുമായുള്ള റിലേഷൻഷിപ്പ് സമൃദ്ധമാകുന്നതും ചിന്തിക്കുക. സമൃദ്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 അഫർമേഷനുകളാണ്: എൻ്റെ വരുമാനം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എവിടെ തിരഞ്ഞാലും അഭിവൃദ്ധിപ്പെടുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വരുമ്പോൾ യെസ് എന്ന് പറയണം. അങ്ങനെ നല്ല കാര്യങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളെ തയ്യാറാക്കണം. യെസ് എന്ന് നിങ്ങളോട് തന്നെ പറയൂ. അവസരങ്ങളും സമൃദ്ധിയും 100 ഇരട്ടി വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ദിവസത്തിൽ ഒരിക്കൽ 2 കൈയും തുറന്ന് നീട്ടി പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇനി പറയുന്നത് പറയുക: ഞാൻ എല്ലാ സമ്പൽ സമൃദ്ധിയും സ്വീകരിക്കാൻ വേണ്ടി തുറന്ന മനസ്സോടെ ഇരിക്കുന്നു. ജീവിതമേ നന്ദി. ജീവിതം ഇത് കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യും. ഇനി ഇന്നത്തെ അഫർമേഷൻ: എനിക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധിയായി ജീവിതം എനിക്ക് തരുന്നു. ഞാൻ ജീവിതത്തെ വിശ്വസിക്കുന്നു. ഇനി ഇന്നത്തെ മിറർ വർക്ക്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധിയെ സ്വീകരിക്കാനാണ്. 2 കൈകളും ഇരുവശങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ എല്ലാ നന്മകളും സ്വീകരിക്കാൻ തുറന്ന മനസ്സോടെ ഇരിക്കുന്നു. അടുത്തതായി കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് കണ്ണാടിയിലേക്ക് നോക്കുക. ശേഷം കണ്ണുകളിലേക്ക് നോക്കുക. പറയുക: ഞാൻ എല്ലാ നന്മകളും സ്വീകരിക്കാൻ തുറന്ന മനസ്സോടെ ഇരിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാവട്ടെ. ഈ അഫർമേഷൻ 10 പ്രാവശ്യം ആവർത്തിച്ച് പറയുക. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആവട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? സ്വാതന്ത്ര്യമായതുപോലെ തോന്നുന്നുണ്ടോ? ഇത് എല്ലാ ദിവസവും രാവിലെ മിറർ വർക്ക് പ്രാക്ടീസ് കഴിയുന്നത് വരെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ ബോധതലം ഉയർത്താം. ഇനി ജേർണലിംഗ് ആണ്. സമ്പത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണ്? കണ്ണാടിയുടെ മുൻപിൽ നിന്ന് കണ്ണുകളിലേക്ക് നോക്കുക. എന്നിട്ട് സമ്പത്തിനെ കുറിച്ചുള്ള നിന്റെ ഭയം എന്താണെന്ന് ചോദിക്കുക. അതിനുള്ള ഉത്തരം നോട്ട്ബുക്കിൽ എഴുതുക. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഫീൽ വന്നത് എന്നും എഴുതുക. കുട്ടിയായിരിക്കുമ്പോൾ പണത്തെക്കുറിച്ച് എന്താണ് പഠിച്ചത്? കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്? നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ടോ? അതായത് നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്ത രീതിയിൽ തന്നെയാണോ
നിങ്ങൾ ഇപ്പോഴും സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്കിനി നമ്മുടെ സമൃദ്ധിയുടെ ചിന്തകൾ വർദ്ധിപ്പിക്കാനായി കുറച്ച് കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് എഴുതുക. അവ എന്തൊക്കെയായിരിക്കും എന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? നിങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്യും? നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതണം. നല്ല ഫീലോടുകൂടി ഇരിക്കുകയും വേണം. ഇനി ഇന്നത്തെ ഹൃദയചിന്ത. ഞാൻ യെസ് പറയുന്ന ആളാണ്. എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അനന്തമായ ജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചം എല്ലാ തരത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ എനിക്കായി കാത്തിരിക്കുന്നു. ഞാൻ ചിലവാക്കുന്നതിനേക്കാൾ ധനം എനിക്കിവിടെയുണ്ട്. എനിക്ക് കാണാൻ സാധിക്കുന്നതിനേക്കാൾ ജനങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ അനുഭവിക്കുന്ന സ്നേഹത്തേക്കാൾ കൂടുതൽ സ്നേഹം ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് എനിക്കറിയാം. എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ സന്തോഷം ഈ ഭൂമിയിലുണ്ട്. ഈ ലോകത്തിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്. ഇത് ഉപയോഗിക്കേണ്ടതും ഇത് സ്വന്തമാക്കേണ്ടതും ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഈ അനന്തമായ ജ്ഞാനം എന്നോട് എപ്പോഴും യെസ് പറയുന്നു. അതെ, ഞാൻ എന്താണ് വിശ്വസിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നില്ല. പ്രപഞ്ചം എപ്പോഴും യെസ് എന്ന് പറയും. നമ്മൾ നെഗറ്റീവായ ചിന്തകളിലും നെഗറ്റീവായ വിഷയങ്ങളിലും നമ്മുടെ സമയം പാഴാക്കി കളയരുത്. പോസിറ്റീവായ വഴികൾ ഞാൻ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നു. ഞാൻ ഈ പ്രപഞ്ചജ്ഞാനത്താലും പ്രപഞ്ചശക്തിയാലും നിറഞ്ഞിരിക്കുന്നതിന് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഇനി മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചെയ്യുക. സമ്പൽ സമൃദ്ധിയെ സ്വീകരിക്കുക. ശാന്തമായിരിക്കുക. നിങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും സമൃദ്ധിയെ സൃഷ്ടിക്കാനായിട്ടാവില്ല. അത് അനാവശ്യമായ ചിന്തയാണ്. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളിൽ ദാരിദ്ര്യം നിറയ്ക്കും. നന്ദിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളിൽ സമൃദ്ധി നിറയ്ക്കും. നമ്മുടെ ചില മനോഭാവങ്ങൾ, അഫർമേഷനുകൾ നമ്മെ സമൃദ്ധിയിലേക്ക് നയിക്കും. പണമുള്ള വ്യക്തികളെ കാണുമ്പോൾ നീരസം തോന്നുന്നത് നിങ്ങളിലേക്കുള്ള അഭിവൃദ്ധിയുടെ ഒഴുക്കിനെ തടയും. ഒന്നിനും ആവശ്യത്തിന് പണമില്ല, പണം വരുന്നതിനേക്കാൾ വേഗത്തിൽ ചിലവായി പോകുന്നു എന്നതും ദാരിദ്ര്യ ചിന്തയാണ്. നിങ്ങളുടെ ചിന്തകൾക്കും വിശ്വാസത്തിനും അനുസരിച്ച് മാത്രമേ പ്രപഞ്ചത്തിന് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. പണത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായ ചിന്തകൾ എന്തെല്ലാമായിരുന്നുവെന്ന് പരിശോധിക്കുക. അവയെ മനസ്സിൽ നിന്നും വിട്ടുകളയുക. ഭാവിയിൽ ആ ചിന്തകൾ കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പലപ്പോഴും ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. അതൊരു രസത്തിന് വേണ്ടി മാത്രം. ലോട്ടറി ടിക്കറ്റ് അടിക്കണമെന്ന് നമ്മളിൽ ഒരു ചിന്ത വരാനായിട്ട് പാടില്ല. ലോട്ടറി അടിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന ചിന്ത ഒരു ദാരിദ്ര്യ ചിന്തയാണ്. ലോട്ടറി അടിക്കുന്നതിലൂടെ പോസിറ്റീവായ മാറ്റങ്ങൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ലോട്ടറി അടിച്ച ഭൂരിഭാഗം ആളുകളിലും ആദ്യത്തെ 2 വർഷം അവർ നന്നായിട്ട് ജീവിക്കുകയും പിന്നീട് മോശമായി ജീവിക്കുകയും ചെയ്യുന്നു. ലോട്ടറി അടിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോധതലത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. അതിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തിനോട് പറയുകയാണ്, ഒരു ഭാഗ്യത്തിനല്ലാതെ എനിക്ക് നല്ല കാര്യങ്ങൾക്ക് അർഹതയില്ല എന്ന്. പ്രപഞ്ചത്തിലെ സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകാനായി നിങ്ങളുടെ ചിന്ത നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ലോട്ടറി അടിച്ചാൽ കിട്ടുന്നതൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മാത്രവുമല്ല, അത് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. കാരണം നിങ്ങൾ ഇപ്പോൾ ശരിയായ ഒരു ബോധതലത്തിലാണുള്ളത്. കൂടുതൽ ധനം ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന അഫർമേഷനുകൾ പറയുക. നല്ല ഫീലോടുകൂടി ആവർത്തിച്ച് പറയുക. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ജോലിയിൽ ഞാൻ അഭിനന്ദിക്കപ്പെടുകയും അതിന് അനുസരിച്ചുള്ള വരുമാനം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹവും സമൃദ്ധിയും നിറഞ്ഞ പ്രപഞ്ചത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നതിന് നന്ദി, നന്ദി, നന്ദി. എല്ലായിടത്തും കാണുന്ന പരിധികളില്ലാത്ത അഭിവൃദ്ധിക്ക് ഞാൻ തുറന്ന മനസ്സോടെ കാത്തിരിക്കുന്നു.
ഞാൻ ദാരിദ്ര്യ ചിന്തകളിൽ നിന്നും സമൃദ്ധിയുടെ ചിന്തകളിലേക്ക് മാറിയിരിക്കുന്നു. അതിൻ്റെ മാറ്റം എൻ്റെ സമ്പന്നതയിൽ പ്രതിഫലിക്കുന്നു. എന്നിലേക്ക് എല്ലാവരിൽ നിന്നും എല്ലായിടത്തു നിന്നും നന്മകൾ മാത്രം വരുന്നു. ഞാൻ എനിക്കുള്ള നല്ല കാര്യങ്ങൾക്കെല്ലാം നന്ദിയുള്ള ആളാണ്. ഞാൻ എൻ്റെ ബില്ലുകളെല്ലാം സ്നേഹത്തോടെ പേ ചെയ്യുന്നു. ഓരോ തവണ പണം കൊടുക്കുമ്പോഴും ഞാൻ സന്തോഷിക്കുന്നു. സമൃദ്ധി എന്നിലേക്ക് സ്വതന്ത്രമായി ഒഴുകുന്നു. പണത്തിനോടുള്ള എല്ലാ റെസിസ്റ്റൻസും ഞാൻ റിലീസ് ചെയ്യുകയാണ്. എല്ലായിടത്തു നിന്നും എല്ലാവരിൽ നിന്നും എനിക്കുള്ള നന്മകൾ വരുന്നു. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.